ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് വന്നിട്ട് വേളി കാണാതെ പോയോ? എന്നാ പിന്നെ വേളിയിലേക്കൊരു യാത്ര പോയാലോ? പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുറച്ചു സമയം റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു നല്ല സ്ഥലമാണ് വേളി. മാത്രവുമല്ല, ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വലിയൊരു ഗാർഡനാണ്. കുട്ടികളുടെ എന്റർടൈൻമെന്റിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ചിൽഡ്രൻസ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ലൈഡ്, സീസ്വ, ഊഞ്ഞാൽ, അങ്ങനെ അങ്ങനെ. വീക്കെൻഡ് ആണെങ്കിൽ കുട്ടികളുടെ നല്ല തിരക്കും ഇവിടെ ഉണ്ടായിരിക്കും. ഗാർഡനിൽ നിറയെ പലതരത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കളാണ്. അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്ന പൂവാണ്. വള്ളിപ്പടർപ്പിൽ കുലകുലയായി പൂത്തുലഞ്ഞു കിടക്കുകയാണത്. അതിന്റെ ഭംഗി പറയാതെ വയ്യ. അല്ലാതെ ചെമ്പകം, തെറ്റി, റോസ്, ജമന്തി, അരളി, അങ്ങനെ നിരവധി പൂക്കളുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ആർട്ട് പീസസും നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ടും അവിടെ ഉണ്ട്. ലേക്കിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച അടിപൊളിയാണ്. കുതിരസവാരി, കുട്ടികളുടെ പാർക്ക്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, നീന്തൽക്കുളം, വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന നടപ്പാതകൾ, സുഖപ്രദമായ ധാരാളം ഇരിപ്പിട സൗകര്യങ്ങൾ, തണൽ വൃക്ഷങ്ങൾ എന്നിവ ഇതിനെ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു ശംഖു പ്രതിമ ഇവിടെയുണ്ട്. ഇത് സന്ദർശകരെ വളരെയേറെ ആകർഷിക്കുന്നു. വേളിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ആ അപൂർവ സംഗമം ഇവിടെയാണ്. കായലിന്റെ ഭംഗി ആസ്വദിക്കാൻ പെഡൽ ബോട്ടുകളിലും സ്പീഡ് ബോട്ടുകളിലും സൗകര്യമുണ്ട്. വൈകുന്നേരം എത്തിയാൽ സൺസെറ്റ് ആസ്വദിക്കാനാവും. തിരമാലകളുടെ ഒച്ചയും തുടർച്ചയായി മരങ്ങളിൽ തട്ടി തലോടി വരുന്ന ഇളം കാറ്റ്, ഇവയൊക്കെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്നതാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടി ബീച്ചിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിരവധി വൃക്ഷങ്ങളാൽ നിബിഡമായ വിശ്രമ സ്ഥലങ്ങളുണ്ട്. വലിയ വേളിയുടെ ദൃശ്യഭംഗിക്കൊപ്പം ബീച്ചിന്റെ സൗന്ദര്യം കൂടി ഉൾച്ചേരുന്നതോടെ അതൊരു പുതിയ അനുഭൂതി പകരുന്നു. വലിയ ഒരു കടൽ തീരമാണിത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം പൊതുവെ കുറവാണ്. സാധാരണ ബീച്ചുകളിലെ പോലെ അധികം ബഹളങ്ങളൊന്നും ഇവിടെയില്ല. കടൽ തീരത്ത് കുതിര സവാരിക്കുള്ള സൗകര്യമുണ്ട്. സ്നാക്സ്, ഐസ്ക്രീംസ് എന്നിവ ലഭ്യമാകുന്ന ചെറിയ സ്റ്റാളുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെയിൽ കൊള്ളാതിരിക്കാൻ ക്യാപ്പ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. തിരക്ക് അവോയ്ഡ് ചെയ്യുന്നതിനായി വീക്ക് ഡേകളിൽ പോകുന്നതാണ് നല്ലത്. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല. അകത്ത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. പക്ഷേ വലിയ ഹോട്ടൽസ് ഒന്നും തന്നെ ഇല്ല. ഫുഡ് പുറത്തുനിന്നും കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടേക്കുള്ള എൻട്രി ഫീ 20 രൂപയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോട്ടിൽ കയറുന്നതിന് പ്രത്യേക ചാർജുണ്ട്. ഇവിടേക്ക് എപ്പോഴും KSRTC പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസ് ഉണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരമായ കാലാവസ്ഥയാണ്. അപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റിൽ പറയണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ട്രിവാൻഡ്രം നാച്ചുറൽ സ്പോട്ടിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.